ഇത്രയും ദിവസമായി ഇങ്ങനെ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവന് വേണ്ടി. എന്താണ് ഒരു സൂചനയും കിട്ടാത്തൊരവസ്ഥ. ആദ്യ ദിവസങ്ങളിലെ ആ പാളിച്ചകളെക്കുറിച്ച് തന്നെയാണ് അഞ്ജു, അർജുൻ്റെ സഹോദരിയൊക്കെ പറഞ്ഞത്. പോലീസിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ അതിനെ എന്താ പറയുക നിർദാക്ഷിണ്യം തള്ളിക്കളയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു തരത്തിലുമുള്ള വേണ്ട ഇടപെടലും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ദിവസങ്ങൾക്കിപ്പുറമാണ് അല്പമെങ്കിലും ഈ ഒരു രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായത് എന്ന ഒരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നു. ഒപ്പം നിലവിലെ സംവിധാനത്തിൽ വിശ്വാസമില്ല എന്ന വളരെ ഗൗരവമേറിയ കാര്യം കൂടി പറയുന്നുണ്ട്. ഒപ്പം മനാഫിനെതിരെ ഉണ്ടായ പോലീസിൻ്റെ വളരെ മോശം പെരുമാറ്റവും എങ്ങനെ അവർ പിടിച്ചു നിൽക്കുന്നു, മറ്റാരെങ്കിലും കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ അങ്ങോട്ട് എത്തുന്നുണ്ടോ, അടുത്തത് ഇനി എന്ത് എന്ന് അവരെന്തെങ്കിലും ഒരു തീരുമാനമോ നേരിട്ട് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരെ നേരിട്ട് കാണുക അങ്ങനെ എന്തെങ്കിലും അവർ ആലോചിക്കുന്നുണ്ടോ ഈ ഒരു അവസ്ഥയിൽ? ദിവീഷ്, അത്യാധുനിക തിരച്ചിൽ സംവിധാനമായ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന കൂടി ഫലം കാണാതായതോടെയാണ് പുതിയ ആവശ്യവുമായി അർജുൻ്റെ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുവരെ അവരുടെ ആവശ്യം ഈ തിരച്ചിൽ ഉണ്ടായ വീഴ്ചകൾ പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്നായിരുന്നു. പക്ഷേ ഇന്ന് അവർ പറയുന്നത് തിരച്ചിലിന് വേണ്ടിയിട്ട് നിലവിൽ ഇപ്പോഴുള്ളത് NDRFിൻ്റെയും അതേപോലെ തന്നെ കർണാടക പോലീസിൻ്റെയും ഫയർഫോഴ്സുകളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു തിരച്ചിൽ സംഘമാണ്. ഇവർക്ക് പുറമെ സൈന്യത്തെ നേരിട്ട് തിരച്ചിലിന് നിയോഗിക്കണം എന്ന ആവശ്യമാണ് അർജുൻ്റെ കുടുംബം ഇന്ന് വൈകിട്ട് നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അഥവാ സൈന്യത്തെ ഇറക്കാൻ സാധിച്ചില്ലെങ്കിൽ ബദലായി മറ്റൊരു നിർദ്ദേശം, അതായത് കേരളത്തിലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരായി ഇത്തരം രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറക്കാൻ സാധിക്കുന്ന ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവർക്ക് ഈ തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കണം എന്നാണ് മറ്റൊരാവശ്യം. ഇപ്പോഴുള്ള തിരച്ചിൽ സംവിധാനത്തിൽ പൂർണ്ണമായും അർജുൻ്റെ കുടുംബം തിരച്ചിലിനോട് പൂർണ്ണമായും അർജുൻ്റെ കുടുംബം വിയോജിക്കുകയാണ്, അതിൽ അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. ഈ വിഷയങ്ങൾ കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കുടുംബം ഇതിനോടങ്ങ് കത്തയച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അർജുൻ്റെ കുടുംബത്തെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോളിൽ ഇവരാവശ്യപ്പെട്ടതും ഇത് തന്നെയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ മറുപടി, ഇപ്പോഴുള്ള സംവിധാനങ്ങൾ എത്രത്തോളം ഫലവത്താകുമെന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് സൈന്യം എന്ന ആവശ്യം നമുക്ക് പരിഗണിക്കാം എന്നൊരു ഉറപ്പോടു കൂടിയാണ് സുരേഷ് ഗോപി ഫോൺ കോൾ ഇന്നലെ കട്ട് ചെയ്തത്. മറ്റൊരു കാര്യം, 2 ദിവസം കൂടി നിങ്ങൾ തിരച്ചിൽ 2 ദിവസം കൂടി പുരോഗമിക്കാനുണ്ട്, 2 ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അർജുൻ്റെ കുടുംബത്തിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. പക്ഷേ അത് ഒരിക്കലും അംഗീകരിക്കാൻ ഈ കുടുംബം തയ്യാറല്ല. മാത്രമല്ല, ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം, രാത്രിയായാലും തിരച്ചിൽ നിർത്തരുതെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ദിവീഷ്.